നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ അവരുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിന്റെ എന്റെ പഞ്ചായത്തിലൂടെ. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതീഷ് എം. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. പ്രസിഡന്റ് ലതീഷ് എം ഉണ്ട്. നമസ്കാരം ശ്രീ ലതീഷ്. പൂർണ്ണമായും ഒരു കാർഷിക മേഖലയാണ് ഉടുമ്പന്നൂർ പഞ്ചായത്ത്. മികച്ച ജൈവ കാർഷിക പഞ്ചായത്താണ്. അതുപോലെ തന്നെ 2 തവണ സ്വരാജ് ട്രോഫി അടക്കം നേടിയൊരു പഞ്ചായത്താണ്. എങ്ങനെയാണ് ഈ ഭരണകാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? നമസ്കാരം. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമായും കാർഷിക മേഖലയിലൂടെ പോകുന്ന ഒരു പഞ്ചായത്താണ്. ഈ ഭരണസമിതിയുടെ കാലത്ത് പരമ്പരാഗത വികസന സങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ രീതിയിലുള്ള വികസന കാഴ്ചപ്പാടാണ് നമ്മൾ അവതരിപ്പിച്ചത്. അംഗൻവാടി തലം മുതൽ വയോജന തലം വരെ സമഗ്രമായ എല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുന്ന പദ്ധതികളാണ് നാം ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അംഗൻവാടി രംഗത്ത് പൂമ്പാറ്റ എന്ന പേരിൽ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ കൂടിച്ചേരലുള്ള പദ്ധതികളും പോഷകാഹാരം അടക്കം നൽകുന്ന പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എനിക്ക് തോന്നുന്നു മറ്റ് പഞ്ചായത്തുകളൊന്നും ഇടപെടാത്ത നിലയിൽ അക്കാദമിക് രംഗത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താൻ അക്കാദമിക് രംഗത്തേക്ക് ഇടപെടുന്ന വിദ്യാമൃതം എന്ന പേരിലുള്ള ഒരു സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതി പഠന വൈകല്യം നേരിടുന്ന കുട്ടികൾക്ക് മനഃശാസ്ത്ര കൗൺസിലർമാരുടെ അടക്കം സേവനം ലഭ്യമാക്കിക്കൊണ്ട് അവരെ പഠനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം മികവ് എന്ന പേരിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം LSS സ്കോളർഷിപ്പിന്റെ പരിശീലനവും കരകൗശല പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനവും കായിക പരിശീലനവും ഒക്കെ അടക്കം നടത്തി കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ ആ മേഖല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, യുവജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന പുതിയ പ്രോഗ്രാമുകൾ, വയോജനങ്ങൾക്കായി ഉല്ലാസക്കൂട് എന്ന പേരിൽ 16 വാർഡുകളിലും വയോജനങ്ങളുടെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് അവരുടെ 85 അയൽക്കൂട്ടങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കായിക, മാനസിക, ആരോഗ്യ, ഉല്ലാസദായക പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. ഭിന്നശേഷി വിഭാഗക്കാർക്കായി വർണ്ണോത്സവം എന്ന പേരിൽ അവരുടെ ഒരു കൂടിച്ചേരൽ വേദി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് ഗവൺമെന്റിന്റെ നിഷ്കർഷിക്കുന്ന നിലയിലേക്കുള്ള സ്കോളർഷിപ്പ് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നു. അവരുടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം നൽകുന്നു. അതോടൊപ്പം അവരുടെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി അവർക്ക് സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി തന്നെ ലഭ്യമാക്കുന്ന പദ്ധതികൾ, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകളെ നാം ചേർത്ത് നിർത്തുകയാണ്. കാർഷിക മേഖലയിൽ വ്യത്യസ്തമാർന്ന ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാന സർക്കാരിന്റെ കൃഷിക്കൂട്ടം പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കൂട്ടങ്ങൾ വാർഡ് തലത്തിൽ രൂപീകരിച്ചുകൊണ്ട് ഒരു വാർഡിൽ ഒരു പച്ചക്കറി എന്ന ആശയം മുൻനിർത്തി 16.5 ഏക്കറോളം സ്ഥലത്ത് പുതിയതായി കൃഷി ആരംഭിക്കാനും അങ്ങനെ 16 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. 16 ഇനം പുതിയ പച്ചക്കറികൾ, ചോളം, കാബേജ് ഉൾപ്പെടെയുള്ള നിലക്കടല അങ്ങനെ ഉൾപ്പെടെയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. കഴിഞ്ഞ ഓണത്തിന് നമ്മളൊരു പുഷ്പകൃഷി എന്ന ആശയം മുൻപോട്ട് വെക്കുകയും കാർഷിക മേഖല കൃഷിക്കൂട്ടങ്ങളെ കൊണ്ട് പുഷ്പകൃഷി നടത്തി കഴിഞ്ഞ ഓണച്ചന്ത നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ കൊണ്ടും ഓണം കൊണ്ടും നമുക്ക് ഇവിടെ ഓണച്ചന്ത ഒരുക്കാനും ഈ പഞ്ചായത്തിലെ ആവശ്യം കഴിഞ്ഞതിന് ശേഷമുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പിന് അങ്ങോട്ട് 2.5 ടണ്ണോളം പച്ചക്കറികൾ കയറ്റി അയക്കാനും കഴിഞ്ഞ വലിയൊരു വിജയഗാഥ നമ്മുടെ കൃഷിക്കൂട്ടങ്ങൾ രചിക്കുകയുണ്ടായി. കേരളത്തിലെ തന്നെ ഏക ജൈവ തേൻ ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. ആ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി തേനീച്ച കർഷകരെ കൂട്ടിച്ചേർത്ത് അവർക്ക് 50% സബ്സിഡി നിരക്കിൽ ചെറുതേനീച്ച കോളനികൾ വിതരണം ചെയ്ത് നമ്മൾ അവരെ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ഉടുമ്പന്നൂർ ബ്രാൻഡഡ് ഹണി നമ്മൾ വിപണിയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ജൈവ കാർഷിക പഞ്ചായത്ത് എന്നുള്ള ഒരു അവാർഡ് നമ്മുടെ പഞ്ചായത്തിനെ തേടിയെത്തിയത്. ആ മേഖലയിൽ അങ്ങനെയുള്ള ഇടപെടലുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മികച്ച വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് പഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്? മാലിന്യ സംസ്കരണ രംഗത്ത് കൃത്യതയോട് കൂടിയിട്ടുള്ള ഇടപെടൽ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം ഈ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേൽക്കുമ്പോൾ 26% ഇപ്പോൾ അത് 97% മുകളിൽ, ചില മാസങ്ങൾ 100% നമുക്ക് കവറേജ് എത്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ എല്ലാ വാർഡുകളിൽ നിന്നും കൃത്യമായി ഹരിതകർമ്മസേന അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും 6328 വീടുകളാണുള്ളത്. എല്ലാ വീടുകളിലും പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി 2 വീതം തുണിസഞ്ചികൾ ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ
ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുന്നതിനായി 756 വീടുകളിൽ 9,000 രൂപ വിലയുള്ള മാലിന്യത്തെ പാചകവാതകമാക്കി മാറ്റാൻ കഴിയുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ 90% സബ്സിഡിയോടുകൂടി 90% പൈസ പഞ്ചായത്ത് വഹിച്ചുകൊണ്ട് 10% ഗുണഭോക്തൃ നടപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 828 വീടുകളിൽ പാചകവാതകത്തിന് ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തതുപോലെ തന്നെ മാലിന്യത്തെ ജൈവവളമാക്കി മാറ്റാൻ കഴിയുന്ന ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ, അതും 2,000 രൂപയോളം വില വരുന്ന കമ്പോസ്റ്റർ ബിന്നാണ്. അതും 90% പൈസ പഞ്ചായത്ത് മുടക്കി സബ്സിഡിയോടുകൂടി നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ വാർഡുകളിലും സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ഓരോ പൊതുവിടങ്ങളിലും നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ ശുചിത്വ കേരളത്തിനായി നമ്മളും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ പാതയോരങ്ങൾ അതുപോലെ ചില സ്ഥലങ്ങളെല്ലാം മനോഹരമാക്കുകയും വൃത്തിയാക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു. ഉടുമ്പന്നൂർ ടൗൺ ഈ കഴിഞ്ഞ 2025 ജനുവരി മാസം 1-ാം തീയതി പുതുവർഷ ദിനത്തിൽ പുത്തനുടുപ്പിട്ട് ഉടുമ്പന്നൂർ എന്ന ക്യാപ്ഷനോടുകൂടി നമ്മൾ ഈ ടൗണിനെയും ചെറു ഗ്രാമങ്ങളെയും എല്ലാം സൗന്ദര്യവൽക്കരിച്ച് പാതയോരങ്ങളിൽ ഇലച്ചെടികൾ സ്ഥാപിച്ച് അത് മറ്റ് സംഘടനക്കാരുടെയും ആളുകളുടെയും വ്യാപാരികളുടെയും എല്ലാം സഹായത്തോടു കൂടി സംരക്ഷിച്ചു വരികയാണ്. അങ്ങനെ നാടിനെ മനോഹരമാക്കി നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന മാർച്ച് മാസം 30-ാം തീയതി ഈ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ സ്ഥാപനങ്ങളെല്ലാം ഹരിത സ്ഥാപനങ്ങളാണ്. 22 അംഗൻവാടികൾ, മുഴുവൻ അംഗൻവാടികളും ഹരിത അംഗൻവാടികളാണ്. 10 പൊതുവിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളാണ്. അങ്ങനെ എല്ലാ മേഖലയിലും നല്ല ഇടപെടൽ ആ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ആരോഗ്യ രംഗത്തെ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? ആരോഗ്യരംഗത്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററും അതുപോലെ തന്നെ 2 ഹോമിയോ ആശുപത്രിയും 1 ആയുർവേദ ആശുപത്രിയുമാണുള്ളത്. അവിടെയുള്ള മുഴുവൻ മരുന്നുകളും ഗ്രാമപഞ്ചായത്തിന്റെ പണം മുടക്കി സൗജന്യമായി നമ്മൾ വാങ്ങി നൽകുകയാണ്. അതുകൂടാതെ ഇവിടെ 4 വാർഡുകൾ പട്ടികവർഗ മേഖലയാണ്. പട്ടികവർഗ മേഖലയിൽ പ്രതിമാസം എല്ലാ മാസവും പ്രത്യേകമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ 3 സബ് സെന്ററുകളുടെ സഹായത്തോടു കൂടി അവിടെ ആഴ്ചയിൽ 1 ദിവസം ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിക്കൊണ്ട് അവിടെ പ്രത്യേകമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ ഈ സാമ്പത്തിക വർഷം വനിതകൾക്ക് വേണ്ടി അവൾക്കൊപ്പം എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയും വനിതകളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുകയും മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് മെൻസ്ട്രൽ കപ്പുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2,500ഓളം മെൻസ്ട്രൽ കപ്പുകൾ സൗജന്യമായി നമ്മൾ വിതരണം ചെയ്യുന്ന പ്രവർത്തനം ഏറ്റെടുക്കുന്നു. ആ നിലയിൽ ആരോഗ്യ മേഖലയിൽ മികവാർന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ അത്യാവശ്യമായൊരിതാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതി എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലൈഫ് പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഈ ലൈഫ് 2020 സ്കീമിൽ 136 വീടുകൾ പൂർത്തിയാക്കി നമുക്ക് താക്കോൽദാനം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 382 അപേക്ഷകളാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥലമില്ലാത്ത ആളുകളുടെ എണ്ണം കൂടുതലായി വരുന്നു എന്നുള്ളതാണ് നാം നേരിടുന്ന ഒരു പ്രശ്നം. അവർക്ക് സ്വന്തം നിലയിൽ സ്ഥലം വാങ്ങി നൽകാൻ ഫണ്ടിന്റെ അപര്യാപ്തത പോലെ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള പോരായ്മ ഇപ്പോൾ നിലനിൽക്കുകയാണ്. സ്ഥലം ആർജിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അവർ വരുന്ന മുറയ്ക്ക് അഗ്രിമെന്റ് വെച്ച് അഡ്വാൻസ് നൽകിയപ്പോൾ വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ഒരു കാലമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ടോ? ഈ കുടിവെള്ളക്ഷാമ പ്രശ്നത്തിൽ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട ഒരു പരിഹാരം കണ്ടെത്തുന്നത്? അതുപോലെ തന്നെ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ടോ? ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നത്? കുടിവെള്ള പ്രശ്നം ഇപ്പോൾ രൂക്ഷമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുൻകാലങ്ങളിൽ കുടിവെള്ളം ദൗർലഭ്യമുള്ളിടത്ത് ഗ്രാമപഞ്ചായത്ത് തന്നെ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ചു നൽകാറുണ്ടായിരുന്നു. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായി 15 കോടി രൂപയുടെ ഒരു പുതിയ കുടിവെള്ള പദ്ധതി ഇപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പദ്ധതി കൂടി പൂർത്തിയാകുമ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിലേക്കെല്ലാം നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയും. ഈ വർഷം തന്നെ ആ പദ്ധതി പൂർത്തിയാകും. അങ്ങനെ എല്ലാ വീടുകളിലേക്കും ടാപ്പിലൂടെ കുടിവെള്ളം എത്തുന്ന ഒരു പഞ്ചായത്തായി നമ്മുടെ പഞ്ചായത്തിന് മാറാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയാണ്. 1-2 ഉരുൾപൊട്ടലുകൾ നമ്മുടെ നടന്നൊരു പഞ്ചായത്താണ്. മനോരമയുടെ ഫോട്ടോഗ്രാഫറായ ശ്രീ വിക്ടർ ജോർജ് മരണപ്പെട്ടത് ഈ പഞ്ചായത്തിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ടാണ്. ആ മേഖലകളിൽ മഴക്കാലമാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ രൂക്ഷമാകാറുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഒരു ദുരന്ത നിവാരണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്തരം പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ആളുകളെ അവിടെ നിന്ന് മാറ്റാനും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനും കഴിയുന്ന നല്ല ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ നമുക്കുണ്ട്. അതിന്റെ ഭാഗമായി നാം രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഭാഗ്യവശാൽ കഴിഞ്ഞ വർഷമൊന്നും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഉണ്ടായിട്ടില്ല എന്നതുകൂടി ഇതുമായി കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അതിനെയൊക്കെ നേരിടാൻ കഴിയുന്ന കൃത്യമായ മാസ്റ്റർ പ്ലാൻ നാം തയ്യാറാക്കിയിട്ടുണ്ട്. ശ്രീ ലതീഷ്, ഒരു കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവി ആക്രമണമൊക്കെ നേരിടുന്ന പ്രദേശമാണോ അവിടെ? നമ്മുടെ ഒരു 3-4 വാർഡിന്റെ അതിര് വനഭൂമിയായിട്ട് അതിര് പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്തിടയ്ക്കായി ആന ഇറങ്ങുന്ന ചില പ്രതിസന്ധികൾ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ നാശനഷ്ടങ്ങൾ, മനുഷ്യജീവന് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കൃഷി സ്ഥലങ്ങളെല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്ക് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള ഏതൊക്കെ വികസന പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ പഞ്ചായത്തിലെ 5000-ത്തിലധികം വരുന്ന 59 വയസ്സ് പൂർത്തിയായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസക്കൂട് എന്ന പേരിൽ നമ്മൾ ഒരു കൂട്ടായ്മ, വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു മോട്ടോ ഇതാണ്: കാർമേഘം ചൂടരുത് ഒരു വാർദ്ധക്യവും, ആദികൾ പെയ്തൊഴിഞ്ഞ തെളിമാനമാകണം എന്ന ഒരു ടാഗ്ലൈനോട് കൂടിയാണ് നമ്മളെ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. അത് അയൽക്കൂട്ട തലത്തിൽ വയോജനങ്ങളുടെ കൂട്ടായ്മ രൂപീകരിക്കുക. 85 അയൽക്കൂട്ടങ്ങൾ ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് തലത്തിൽ ഉല്ലാസക്കൂടിന്റെ കമ്മിറ്റി, ഉല്ലാസക്കൂട് എന്നാണ് അതിന്റെ പേര്. പഞ്ചായത്ത് തലത്തിൽ അതിന്റെ ഒരു മോണിറ്ററിംഗ് സമിതിയും എല്ലാം പ്രവർത്തിക്കുന്നു. അവരിപ്പോൾ നമ്മളൊരു സമഗ്രമായ വയോജന വികസന രേഖ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ആരോഗ്യ, വരുമാനദായക, ഉല്ലാസദായക പദ്ധതികൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ്. വയോജനങ്ങളെ കൊണ്ടൊരു വിനോദയാത്ര 2 വാർഡുകാർ ഇപ്പോൾ പോയിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ ഉപകരണങ്ങൾ നമ്മൾ സൗജന്യമായി ലഭ്യമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ പരിശോധന ക്യാമ്പുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉല്ലാസക്കൂടിന്റെ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുള്ള വികസന രേഖയുടെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതികൾ അടുത്ത വാർഷിക പദ്ധതി ഭാഗമായി നാം ഏറ്റെടുക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചു. അവർക്ക് വേണ്ടിയിട്ടുള്ള വർണ്ണോത്സവം എന്ന പേരിലുള്ള കുടുംബമേളകൾ നമ്മൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു. അവർക്ക് സ്കോളർഷിപ്പിന് അർഹമായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഗവൺമെന്റ് അനുശാസിക്കുന്ന 28,000 രൂപയും സ്കോളർഷിപ്പ് ലഭിക്കുന്നു എന്ന കാര്യം ഉറപ്പുവരുത്തുന്നു. അവർക്ക് ചലന സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ളവർക്കായി ആരോഗ്യ പരിശോധന നടത്തി സൗജന്യമായി അത് വിതരണം ചെയ്യുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങളുള്ള ഭിന്നശേഷിക്കാർ യൂണിറ്റുകൾക്ക് 30,000 രൂപ മുതൽ 90,000 രൂപ വരെ നമ്മൾ സൗജന്യമായിട്ടുള്ള ധനസഹായങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആ മേഖലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? ഈ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് എത്രത്തോളമാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചത്? വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്ന്, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായി നമുക്ക് തനത് ഫണ്ടുകളൊന്നും കാര്യമായി ലഭ്യമല്ല. അപ്പോ അത്തരം പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, ഒന്ന്, പഞ്ചായത്ത് ഭരണസമിതിയുടെ മെമ്പർമാരടക്കം ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം, ജീവനക്കാരുടെ നല്ല പിന്തുണ, അതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങൾക്ക് നല്ല സ്പോൺസർഷിപ്പ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 3.5 ലക്ഷം രൂപ ചെലവിലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പുതുവർഷത്തിൽ പുത്തനോട് കുടുംബിന്റെ പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കിയത്. 1 രൂപ പോലും പഞ്ചായത്തിന്റെ പണം അതിൽ മുടക്കിയിട്ടില്ല. 100% സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത്. അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ പ്രോഗ്രാം നടത്തുമ്പോഴും അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ സ്പോൺസർഷിപ്പിലൂടെയാണ് സംഘടിപ്പിക്കുന്നത്. ഏറ്റവും ഈ വെല്ലുവിളികളെല്ലാം അതിജീവിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നല്ല പിന്തുണയോട് കൂടിയിട്ടുള്ള ബഹുജനങ്ങളും അതോടൊപ്പം ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെയാണ്. നല്ല കാര്യങ്ങൾക്ക് നന്നായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പിന്തുണയേകുന്ന ഒരു ജനങ്ങളാണ് ഉടുമ്പന്നൂരത്തെ ജനങ്ങൾ. ആ ഉടുമ്പന്നൂരിലെ ജനങ്ങളുടെ നിസ്സീമമായ പിന്തുണ ഈ ഭരണസമിതിക്ക് ആവോളം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും എല്ലാം അതിജീവിച്ച് ഇത്ര നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്കായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കൂട്ടായ പ്രയത്നം തന്നെയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിന് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കാരണമാകുന്നത്. അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യുവാക്കളിലും കുട്ടികളിലും അടക്കം ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, ആക്രമണങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. എത്രത്തോളമാണ് പഞ്ചായത്തിൽ ഈ ലഹരി വിരുദ്ധ പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? അപ്പൊ നമ്മളും എക്സൈസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ആളുകൾ കേന്ദ്രീകരിക്കുന്ന ചില ഇടങ്ങളിലൊക്കെ, ചില ഇടപെടലുകളിലൊക്കെ അവർ കേന്ദ്രീകരിക്കുന്ന മേഖലകളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ ഇടപെടലിൽ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം സ്ഥാപിച്ച് അത്തരക്കാരെ നമ്മുടെ ഈ പഞ്ചായത്തിന്റെ മറ്റ് ഇടപെടലുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. നല്ല ബോധവൽക്കരണം യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികളിലേക്കും എല്ലാം നമ്മൾ എക്സൈസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ, ഭാവി വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഭാവി പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുന്ന വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാം ആ വിഭാഗത്തിലുള്ള കുട്ടികൾക്കായി ഒരു ബഡ്സ് സ്കൂൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഈ
ഈ രംഗത്ത് ഉള്ള കുട്ടികൾക്ക് ഒരു സ്വയം തൊഴിൽ പരിശീലനം ഉൾപ്പെടെ ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നമ്മളിപ്പോൾ ഏറ്റവും ഏറെക്കുറെ പൂർത്തിയാകും. അത് നമുക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാവും. ഇത് കൂടാതെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മാത്രമല്ല എല്ലാവരുടെയും പൊതുവായ ഒരു ആവശ്യമാണ് ഈ പഞ്ചായത്തിനകത്തൊരു പൊതു ഇടം കൂടിച്ചേരാൻ പൊതു കളിസ്ഥലമില്ല. ആ പൊതുമൈതാനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ ഭരണസമിതി ഈ സാമ്പത്തിക വർഷം 60 ലക്ഷം രൂപ മുടക്കി 2 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. അത് നിർമ്മാണം പൂർത്തീകരിച്ച് ഒരു നല്ല ഓപ്പൺ സ്റ്റേഡിയമായി നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് തുറന്നു കൊടുക്കാനാവണം. അതേപോലെ തന്നെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി കുഞ്ഞുങ്ങളെ ഇപ്പൊ നമ്മൾ ലഹരികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ചർച്ച ചെയ്തു. ആ ലഹരി ഉപയോഗത്തിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്താൻ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ളവരായിരിക്കും. ഓടാനും ചാടാനും പാട്ടുപാടാനും മറ്റ് പടം വരയ്ക്കാനും ഒക്കെ കഴിവുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാടിനകത്തുണ്ട്. ഇപ്പൊ ആ കുട്ടികളെല്ലാം കണ്ടെത്തി ചെറുപ്പത്തിലെ തന്നെ അവരുടെ വാർഡ് തലത്തിലുള്ള ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ ഉണർത്തി അവരെ ആ മേഖലയ്ക്ക് തിരിച്ചുവിടാൻ കഴിയുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് പാർക്ക് എന്നുള്ള ഒരാശയം നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്. അത് നമ്മൾ ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു മാസത്തിലൊരിക്കൽ ഓൺലൈനിലൂടെയോ അവരുടെ എല്ലാം കഴിവുകൾ പ്രകടിപ്പിക്കാനും അങ്ങനെ പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു അവരുടെ വേനലവധി കാലത്ത് കൂടിച്ചേരാൻ കഴിയുന്ന നിലയിലേക്ക് അവർക്ക് നല്ല PSC പരിശീലനങ്ങൾ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് പാർക്ക് എന്നുള്ള ഒരു പദ്ധതി നമ്മൾ മുമ്പോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ പഞ്ചായത്തിന്റെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഒക്കെ സേവനങ്ങൾ പൊതുജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ വേണ്ടി പടിവാതിൽക്കലേക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു ഭാവി വികസന പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം കാർഷിക മേഖലയിൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് കാർഷിക പഞ്ചായത്താണ്, നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. ആ മേഖലയിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ നമുക്ക് കുറെ കൂടി വിളവ് നന്നാക്കി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായിട്ടൊരു അഗ്രികൾച്ചർ ടെക്നീഷ്യൻസ് ടീം നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ടീം രൂപീകരിച്ചാൽ പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ മെക്കനൈസേഷൻ, യന്ത്രവൽക്കരണത്തിന്റെ സാധ്യതകളൊക്കെ നമുക്ക് ആ മേഖല ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്താൻ കഴിയും. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാവി പരിപാടി എന്ന രൂപത്തിൽ നാം ലക്ഷ്യമിക്കുന്നുണ്ട്. ചെറിയ ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത്. വനാതിർത്തിയുമായി പങ്കിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് വനം വകുപ്പിന്റെ ചില സാങ്കേതിക തടസ്സവാദങ്ങൾ ആ ടൂറിസം വികസനത്തിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അതിനെ എല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന നിലയിൽ നമ്മൾ 10 ജില്ലകളിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മൂൺലൈറ്റ് വാക്ക് എന്നുള്ള പ്രോഗ്രാം നമ്മൾ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ പിന്തുടർച്ച എന്നോണം ഈ പഞ്ചായത്തിന് വിവിധ കേന്ദ്രങ്ങളെ കണക്ട് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ടൂറിസം സർക്യൂട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇപ്പൊ പോവുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഭാവി പ്രവർത്തന പരിപാടികളൊക്കെയാണ് നാം ലക്ഷ്യമിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പാർപ്പിടം പോലെ തന്നെയാണ് ഈ ഗതാഗത നവീകരണമൊക്കെ എങ്ങനെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്, വഴിവിളക്കുകൾ സംവിധാനങ്ങളൊക്കെ? അത്യാവശ്യ മേഖലയെല്ലാം നമുക്ക് വഴിവിളക്ക് സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗതാഗത മേഖലയിൽ ഇവിടെ സ്റ്റേറ്റ് ഹൈവേ ഒരെണ്ണം പോകുന്ന പഞ്ചായത്താണ്. ജില്ലാ ആസ്ഥാനത്തിലേക്കുള്ള എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന മാർഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഇവിടെ ഇപ്പോൾ ഉടുമ്പന്നൂർ മണിയാറൻകുടി എന്ന് പറയുന്ന റോഡ് കാലാകാലങ്ങളായി ഇവിടെ വികസനമില്ലാതെ കിടക്കുന്ന മേഖല 2 പഞ്ചായത്തുകളെയും ജില്ലാ ആസ്ഥാനവുമൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. വനം വകുപ്പിന് തടസ്സവാദമുള്ളതുകൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാതെ കഴിയുകയാണ്. PMGSU ഏറ്റെടുത്തപ്പോൾ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ റോഡും കൂടി നമുക്ക് പൂർത്തിയായി കിട്ടിയാൽ അത് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ വനംവകുപ്പിന്റെ ഇടപെടൽ ആവശ്യമാണ്. അതും കൂടെ പൂർത്തിയായി കിട്ടിയാൽ നമ്മുടെ ഉടുമ്പന്നൂരിലേക്ക് വലിയ വികസന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ബസ് റൂട്ടുകൾ ഇല്ലാത്ത മേഖലയെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ പദ്ധതി, ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ വിട്ടുപോയതാണ് പറയാം, നമ്മുടെ KSRTCയുമായി സഹകരിച്ചുകൊണ്ട് ഗ്രാമവണ്ടി എന്നൊരാശയം മുൻപോട്ട് വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഡീസൽ ചെലവ് മുടക്കിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ചെറിയ യാത്രാക്ലേശമുള്ള മേഖലകളെ പരസ്പരം കണക്ട് ചെയ്യാൻ കഴിയുന്ന നിലയിൽ ഇപ്പോൾ നമുക്ക് ഒരു ഏപ്രിൽ മാസം മുതൽ ആ ഗ്രാമവണ്ടി കൂടി ഓടി തുടങ്ങുന്നതോടുകൂടി ഈ പഞ്ചായത്തിന്റെ യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കാനാവുമെന്ന വിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? നമുക്ക് പ്രത്യേകമായി പാലിയേറ്റീവ് നേഴ്സ് ഉണ്ട്, നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ആ പാലിയേറ്റീവ് നേഴ്സിന്റെ മേൽനോട്ടത്തിൽ കിടപ്പ് രോഗികളെല്ലാം ആഴ്ചകളിൽ വീടുകളിൽ പോയി സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അവർക്ക് മറ്റ് വൈദ്യസഹായങ്ങൾ, പരിചരണങ്ങളെല്ലാം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനം നമ്മൾ വളരെ ചിട്ടയോടുകൂടി പാലിയേറ്റീവ് വോളണ്ടിയർമാരെ പ്രത്യേകമായി ട്രെയിൻ ചെയ്ത് നമ്മൾ ആ രംഗത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് 1,60,00,000 രൂപ മാറ്റിവെച്ചുകൊണ്ട് ആ പ്രവർത്തനമായിട്ട് NHUമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ CHSCയുടെ പുതിയ കെട്ടിടം കൂടി വരുന്നതോടുകൂടി ആരോഗ്യ മേഖലയിൽ വൻ മുന്നേറ്റവും കുതിച്ചുചാട്ടവും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിയും. പാലിയേറ്റീവ് രംഗത്തെ മികച്ച ഇടപെടൽ നടത്താൻ പ്രത്യേകമായി പണം മാറ്റിവെച്ചുകൊണ്ട് സാന്ത്വനം എന്ന പേരിൽ നമ്മൾ ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാലിയേറ്റീവ് രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 4 വാർഡുകൾ പ്രത്യേകമായി പട്ടികവർഗ മേഖലയാണ്. ആ പട്ടികവർഗ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ
പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ആരോഗ്യരംഗത്തെ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതുകൂടാതെ ആ രംഗത്തെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് ലാപ്ടോപ്പുകളടക്കം സൗജന്യമായി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമുള്ള മേഖലയിൽ കുടിവെള്ള ടാങ്കുകൾ വെള്ളം മേടിച്ചു വെക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ആ മേഖല നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അവർക്കുള്ള പഠനമുറികൾ, പ്രത്യേകമായിട്ടുള്ള ക്ലാസുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരാൻ വരുന്ന കുട്ടികൾക്ക് അവിടെ പ്രത്യേകമായ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നു. അതുകൂടാതെ ABCD എന്ന പേരുള്ള ഒരു പുതിയ പ്രോഗ്രാം, ഈ രംഗത്തുള്ള ആളുകൾക്ക് അടിസ്ഥാന രേഖകളില്ലാത്തവർക്ക് സൗജന്യമായി അത് കണ്ടെത്തി കൊടുക്കുന്നതിന് വേണ്ട പ്രോഗ്രാം ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ മേഖലയിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ 2 അമ്പേക്കർ ഗ്രാമങ്ങൾ നമുക്കുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഇപ്പോൾ ഒരു മേഖലയിൽ പുതിയ ഒരു അമ്പേക്കർ ഗ്രാമം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച 15 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി ഈ പിന്നോക്കം നിൽക്കുന്ന പട്ടികവർഗ മേഖലയ്ക്കാണ് ഏറെ ഗുണം ചെയ്യുന്നത്. അവർക്കുള്ള ഭവന നിർമ്മാണത്തിൽ ലൈഫിൽ നമ്മൾ മുൻഗണന കൊടുത്തത് പട്ടികജാതി മേഖലയിലെ കുടുംബാംഗങ്ങൾക്കാണ്. അങ്ങനെ ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ മേഖലയെ സഹായിക്കാനാവുന്ന എല്ലാവിധ ഇടപെടലുകളും നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാർഷിക മേഖലയിലും അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ, കൂട്ടായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ പൊതുജലാശയ സംരക്ഷണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? പൊതുജലാശയങ്ങളെ സംബന്ധിച്ച് നമുക്ക് തോടുകൾ ആണ് ഉള്ളത്. അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നമ്മൾ എല്ലാ തവണയും ക്ലീൻ ചെയ്ത് മറ്റു മാലിന്യങ്ങളും അഴുക്കുകളൊന്നും ഇല്ലാതെ സംരക്ഷിക്കാറുണ്ട്. വലിയ നദികളൊന്നും നമുക്കില്ല, തോടുകളും കൈത്തോടുകളും ഒക്കെയാണുള്ളത്. അതിന്റെ എല്ലാം സംരക്ഷണം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സഹായത്തോടു കൂടി എല്ലാ വർഷവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ പൂർണ്ണമായും ഒരു കാർഷിക മേഖലയാണെന്ന് പറഞ്ഞു. ഈ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാർഷിക പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ ഗ്രാമപഞ്ചായത്തിൽ? ഉണ്ട്. സ്കൂളുകളിൽ നമ്മൾ ജൈവ ഗ്രാമത്തിന്റെ ഭാഗമായി പച്ചക്കറി തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്സിഡികൾ സ്കൂളുകൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന പേര് നമ്മുടെ ഈ മാലിന്യ മുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ എല്ലാ വിദ്യാലയങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഹരിത സഭ അവരുടെ ശിശുദിനവുമായി ബന്ധപ്പെട്ടാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അവിടെയെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എല്ലാ സ്കൂളുകൾക്കും ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവിടെ വളം നമ്മളിപ്പോൾ സ്കൂളുകൾക്ക് കൊടുത്തിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും അവർക്ക് വളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ ഒരു സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കൂളുകളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും ചില സ്കൂളുകളൊക്കെ ആ രംഗത്ത് നല്ല മുന്നേറ്റം കൈവരിക്കുന്ന വിദ്യാലയങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നടപ്പിലാക്കുന്നത്? 22 അംഗൻവാടികളാണ് നമ്മുടെ പഞ്ചായത്തിൽ ആകെ ഉള്ളത്. ആ 22 അംഗൻവാടികളും ഇപ്പൊ നമുക്ക് മികച്ച അടിസ്ഥാന സൗകര്യത്തോടു കൂടി പ്രവർത്തിപ്പിക്കാനാവുന്നുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായിട്ട് കളി ഉപകരണങ്ങൾ, മറ്റു പഠനോപകരണങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ആ അംഗൻവാടി കുട്ടികളുടെ 22 അംഗൻവാടികളുടെയും കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച പൂമ്പാറ്റ എന്ന പ്രോഗ്രാം. അംഗൻവാടി ടീച്ചർമാരും രക്ഷിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും വർഷത്തിലൊരിക്കലുള്ള ഒരു കൂടിച്ചേരലാണ്. അത് നമ്മൾ കൃത്യമായി സംഘടിപ്പിക്കുന്നു. അതുകൂടാതെ കുരുന്നില എന്ന പേരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി സഹകരിച്ചുകൊണ്ട് അവരുടെ പഠനോപകരണങ്ങൾ, അവർക്ക് മാനസിക ഉല്ലാസം അതുപോലെ കളിച്ചിരി ഉല്ലാസത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പഠന കിറ്റാണത്. ആ കിറ്റുകൾ നമ്മൾ സൗജന്യമായി എല്ലാ അംഗൻവാടികളിലും വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ പോഷകാഹാരം കൃത്യമായി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അംഗൻവാടികൾ എന്ന് പറയുമ്പോൾ അത് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ കൂടിയാണ്. കൗമാരക്കാരായ കുട്ടികളെ അങ്ങോട്ട് പരിഗണിക്കുന്ന അംഗൻവാടികളിലാണ്. ഗർഭിണികളെ അവരുടെ പരിരക്ഷ നടത്തുന്ന അംഗൻവാടികളിലാണ്. അപ്പൊ അവർക്കും ആവശ്യമായിട്ടുള്ള പരിചരണ വേദിയായി നമ്മൾ അംഗൻവാടികൾ മാറ്റുന്നുണ്ട്. നമ്മുടെ വനിതാ ജാഗ്രതാ സമിതിയുടെ ഒരു റിസോഴ്സ് സെന്ററായി എല്ലാ അംഗൻവാടികളും പ്രവർത്തിക്കുന്നുണ്ട്. അവർ വാർഡ് തല ഓഫീസായി പ്രവർത്തിക്കുന്ന നമ്മുടെ അംഗൻവാടികളാണ്. അംഗൻവാടി ടീച്ചർമാരാണ് ആ രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും യാഥാർത്ഥ്യമാകാനുണ്ട്. ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളും കുട്ടികൾക്ക് കളിസ്ഥലമടക്കമുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇനി യാഥാർത്ഥ്യമാകാനുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ ലതീഷ്. നന്ദി. എൻ്റെ പഞ്ചായത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.